ഹായ്, ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കൊരു ഫ്രം അടൂർ. ഇന്ന് സ്വാതന്ത്ര്യദിനമാണല്ലോ. സത്യത്തിൽ സങ്കടമുണ്ട്. എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്? ബ്രിട്ടീഷുകാർ അവർ പോയി. അവർ പിന്നെയും മാന്യത ഉള്ളവരായിരുന്നു. അപ്പം ഈ എന്താ പറയുക, നമുക്ക് കൂടുതലും അടി കിട്ടുന്നത് അറിയുന്ന പോലീസുകാരൻ്റെ എന്ന് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റാണോന്ന് അറിയില്ല. അതുപോലെ ഇപ്പം നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ തലപ്പത്ത് കയറിയിരുന്ന് നമുക്കിട്ട് പണിയുന്നത്. അപ്പം അവർക്ക് അവരുടെ ഗൂഢലക്ഷ്യങ്ങളും പൈസ ഉണ്ടാക്കില്ല. അതിനകത്തൊന്നും ഞാൻ പോകാനല്ല ഞാൻ വന്നത്. ചില അഭിനയങ്ങളുടെ കാര്യം ഞാനൊരു പോസ്റ്റ് കണ്ടു. നമ്മളേറ്റവും കൂടുതൽ പേടിക്കേണ്ടുന്നത് അഭിനയത്തെയാണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ അഭിനയം മാത്രമേ ഉള്ളൂ കൂടുതൽ, പ്രത്യേകിച്ച് ആത്മീയ ലോകത്ത് അഭിനയമാണ് കൂടുതൽ കിടക്കുന്നത്. ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണമെന്ന് ഇതുവരെ അറിയില്ല. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ നമ്മളെ ചതിക്കും, സ്നേഹം കാണിക്കും. അവരെപ്പോഴാണ് ചതിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ലോകം. കൂടെ പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ പോയി ചതുക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് വന്നേക്കുക. അപ്പം ബൈബിളിൽ പറയുന്ന തൊട്ട് ഇതെല്ലാം നടന്നില്ലേ പറ്റൂ. സെയിം സെക്സ് ഉള്ളവർ, അവർ ആണും തമ്മിൽ പെണ്ണും തമ്മിൽ സെക്സ് ചെയ്യുന്നു. അവലക്ഷണമുണ്ട്, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതൊക്കെ ഇനി കൂടി വരത്തേ ഉള്ളൂ. കാരണം ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്ത്യകാലത്തോടെ എടുക്കുമ്പോൾ ഇതെല്ലാം വരും. ഒരു മനുഷ്യന് ചേരയാലും അളമുട്ടിയ എന്തോ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതിൻ്റെ തൊട്ട്, കാരണം എപ്പോഴും ഞാൻ പറയുന്ന തൊട്ട് മനുഷ്യൻ ആണ് ഏറ്റവും ചീത്ത. ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് പറയുന്നു, പക്ഷെ അവൻ ബുദ്ധികൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കാരണം അവൻ അടുത്ത നിമിഷം ചാവാൻ പോകാമെന്ന് അറിഞ്ഞാൽ പോലും അവൻ്റെ കാലം മറ്റുള്ളവർ തലയിരിക്കണം എന്ന് ചിന്തിക്കണവരാണ് കൂടുതൽ മനുഷ്യർ. അവർക്ക് മാത്രം അത് പണമായാലും പെണ്ണായാലും എന്തു തന്നെ ആയാലും. ഇത്രയും അഹങ്കാരികളായ, എന്താ പറയുക, സെൽഫിഷ്നെസ് ഉള്ള, എങ്ങനെ അങ്ങനെയൊക്കെ ആകാൻ പറ്റുമെന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ അടുത്ത നിമിഷം മരിക്കും എന്നറിയാമെങ്കിൽ പോലും ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ. ഇപ്പോൾ വയനാട് തന്നെ എത്രയെല്ലാം ദുരന്തങ്ങൾ നമ്മൾ കാണുന്നു. അവരൊക്കെ ഉണ്ടാക്കിയതൊക്കെ അവരുടെ ഇരിക്കുകയാണോ? ഉള്ള കാലത്ത് ഭാര്യയും ഭർത്താവ് സ്നേഹത്തോടെ ജീവിക്കണമെന്നൊക്കെ പറയുന്ന ഇതാണ്. ചിലപ്പോൾ അടിയുണ്ടാക്കിയിട്ടായിരിക്കും കിടക്കുന്നത്, വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും കിടക്കുന്നത്. എന്തായാലും എല്ലാ കുടുംബത്തിലും എല്ലാവരും അങ്ങ് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ടല്ലോ കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ ഓരോരുത്തർ കിടന്ന് അലമുറ ഇടുക. ഭാര്യയെ കിട്ടുന്നില്ല, പീസായിട്ട് കിട്ടുന്നു. ഭർത്താവിനെ കാണുന്നില്ല, ചിലപ്പോൾ കിട്ടിയാൽ പീസായിട്ട് കിട്ടുന്നു. കുഞ്ഞുങ്ങളെ പീസായിട്ട് കിട്ടുന്നു, ചിലപ്പോൾ അവരെ കാണുന്നില്ല. എത്രമാത്രം ദുരിതം നിറഞ്ഞ ഭീകരമായ അന്തരീക്ഷത്തിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ ഇത് എന്താ നമ്മൾ മനുഷ്യർ പഠിക്കാത്തതെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എന്താ നമ്മളിങ്ങനെ ആയിപ്പോയത്? ഈ സത്യം പറയാൻ മനസ്സിന് വിഷമം വരുന്നുണ്ട്. നിങ്ങൾ അയൽക്കാരെ സ്നേഹിക്കണ്ട, അതങ്ങ് വിട്ടേര്. സ്വന്തം കുടുംബത്തിലുള്ളവരെങ്ങനെ സ്നേഹിക്കും? തല്ലുണ്ടാക്കാതിരിക്കും. നമ്മളിൽ ആര് ഇനി അടുത്തെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നമുക്കറിയില്ല. നമ്മളിരിക്കണതിൻ്റെ
ആ താഴ്ന്നിനി പിന്നെ ഭൂമി നമ്മളെ എടുത്തെറിയുമെന്ന് നമുക്കറിയത്തില്ല. പോകുന്ന വഴിയിൽ എന്തെങ്കിലും വന്ന് ഇടിഞ്ഞ് തലയിൽ വീഴുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും എല്ലായിടത്തും അഭിനയമാണ്. എന്തിനു വേണ്ടി? ആരെ കാണിക്കാൻ? എന്താ ഉണ്ടാക്കാൻ? നമ്മളുണ്ടാക്കിയത് നമ്മുടെ തലമുറയ്ക്ക് കിട്ടുമോ ഇല്ലയോ, നമ്മൾ അനുഭവിക്കുക അവരനുഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അതുപോലത്തെ കാഴ്ച കാണുന്നത്. ബാങ്ക് ബാലൻസുകൾ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ആർക്ക് വേണ്ടി? നമുക്ക് ആവശ്യമുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ദുരിതങ്ങൾ വന്നാൽ നമ്മളെന്തിനാ? മനുഷ്യൻ്റെ ഈ സെൽഫിഷ്നെസ് എന്ന് അവസാനിക്കുന്നു, അഹങ്കാരം എന്ന് അവസാനിക്കുന്നു, ഈ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പാരവെപ്പും മറ്റുള്ളവരുടെ കാലിൽ ചോട്ടടിയുടെ അടിയിൽ നിന്ന് മണ്ണ് വാരിക്കളയുന്നതും അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ എന്നും നിൽക്കുന്നു. അസൂയയും കുശുമൊക്കെ പോട്ട് അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊരു ഹെൽത്തി വൈസ് അസൂയയും കുശുമൊക്കെ, അത് പക്ഷേ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആവണമെന്ന് മാത്രം. ആരെയും തകർക്കാനാവരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. എൻ്റെ ഞാനൊരു ബിസിനസ് നടത്തുന്നു. എന്നെപ്പോലെ ബിസിനസ് നടത്തുന്നത്, സെയിം ബിസിനസ് നടത്തുന്നൊരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. അല്ലെങ്കിൽ അവർ നല്ല രീതിയിലാകുമ്പോൾ എനിക്കൊരു കുശുമ്പ് വന്നേക്കാം. ഞാനൊരു മനുഷ്യനല്ലേ. പക്ഷെ അതേ ഒരു ഹെൽത്തി വൈസ് കുശുമ്പായിരിക്കണം. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ മുകളിലെത്താൻ നോക്കണം. അല്ലാതെ അവരുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് വലിച്ചിട്ടോ അവരെ കൊന്നിട്ടോ തിന്നിട്ടോ ആവരുത്. ഇപ്പം ആത്മീയ ലോകം നോക്കി മൊത്തം അഭിനയമാണ്. വിശുദ്ധന്മാരുടെ അഭിനയം. അത് ഏത് കാസ്റ്റിലായാലും ഏത് റിലീജിയനായാലും ഇപ്പം ഭയങ്കര അഭിനയമാണ്. അവരൊരു ഭയങ്കര വിശുദ്ധർ പരിശുദ്ധർ കാണിക്കുന്ന മൊത്തം ഫ്രോഡത്തരമാണ്. അവരുടെ കുടുംബത്ത് ഒരു സമാധാനമില്ല, സന്തോഷം അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോട്ടെ, ഈ അഭിനയിക്കുന്നവരുണ്ടാക്കുന്ന പ്രശ്നം മൂലം അവരുടെ വീട്ടുകാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ശരിയാണോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. എൻ്റെ പൊന്നു മനുഷ്യ, അഭിനയൊന്നും നിർത്ത്. ഒരാത്മാർത്ഥത എന്നും നിനക്കുണ്ടാവും. യഥാർത്ഥ സ്നേഹം എന്നും നിന്നെ ഭരിക്കും. കള്ളവും ചതിയും മാറ്റിക്കള. നമ്മൾ മനുഷ്യരാ, ഇടയ്ക്ക് തെറ്റും കുറ്റങ്ങളൊക്കെ വരും, സമ്മതിച്ചു. ഇപ്പോൾ സമയാസമയങ്ങളിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭാര്യയെ തല്ലുന്നവരുണ്ട്, ചീത്ത വിളിക്കുന്നവരുണ്ട്, സ്വന്തം പെറ്റമ്മയെ പോലെ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇപ്പോൾ വയനാട്ടിലായിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നിരിക്കും. ഇന്നതൊക്കെ എന്തിയേ? ഒരു പാർപ്പിടത്തിന് വേണ്ടി, അല്പാഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേടാണ് വന്നേക്കുന്നത്. ഇത് നമ്മളും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അല്ല, ഈ നിർബന്ധ ബുദ്ധിയൊക്കെ ഒന്ന് മാറ്റണം. ഞാനിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിന് അത്രയ്ക്ക് ഭാരമുണ്ട്, വിഷമമുണ്ട്. ഈ മനുഷ്യർക്ക് എങ്ങോട്ടായി പോകുന്നൊരു വിഷമമുണ്ട്. എല്ലാത്തിനും ഉപരി ആത്മീയലോകത്തെ അഭിനയമാണ്. ഇപ്പോഴിത്രേ ഞാൻ പറയുന്നുള്ളൂ. അഭിനയം നിർത്തുക. അനുഭവം നിങ്ങളെ അത് പഠിപ്പിക്കട്ടെ. സ്റ്റേ ട്യൂൺഡ്.
നല്ല മനുഷ്യരാകുക, ശ്രമിക്കുക, ദൈവത്തെ ഭയപ്പെടുക. അതാണ് മെയിൻ. ദൈവത്തെ ഭയമില്ലാത്തവർ ഇങ്ങനെയെല്ലാം ചെയ്യും, തന്നിഷ്ടക്കാരായി തീരും, മറ്റുള്ളവരോട് സ്നേഹവും കരുതലും ഒന്നുമില്ലാത്തവരായി തീരും. പിന്നെ ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് അത് വെറും അഭിനയം. അതുപോലെ തന്നെ ആ അഭിനയമാണ് കുടുംബത്തിലേക്ക് മറ്റുള്ളവർക്കൊക്കെ നീളുന്നത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ വരുന്നുണ്ട്. ഇല്ലാത്ത സ്വാതന്ത്ര്യത്തെ നമ്മൾ പുകഴ്ത്തിയിട്ട് ഒരു കാര്യമില്ല. സ്വന്തം കുടുംബത്തിൽ പോലും ജീവിക്കാൻ നല്ല രീതിയിൽ അവനവൻ്റെ ഇഷ്ടത്തിന് ശ്വസിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതെ കിടക്കുന്ന അനേകരുണ്ട്. ഓക്കെ, ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.